പ്രണയമണിത്തൂവൽ ഭാഗം 20. കോളേജിന് പുറത്ത് അഭിയുടെ കാർ വന്നു നിന്നു. അപ്പോഴേക്കും പ്രയാഗും ജിജോയും രാജീവും റോണിയും അവിടേക്ക് വന്നു. എന്തായി? അവൻ ചോദിച്ചു. കിട്ടിയിട്ടുണ്ട്. അതും പറഞ്ഞ് ജിജോ തൻ്റെ ഫോണെടുത്ത് വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു. അത് കണ്ടതും അവൻ്റെ നെറ്റിച്ചുളിഞ്ഞു. ഉദ്ദേശം 11:30 എല്ലാവരും സ്റ്റാഫ് റൂമിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പ്രിയയും അവർക്കൊപ്പം പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം അവളുടെ ഫോൺ മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം പാത്തും പതുകയും നീലിമ സ്റ്റാഫ് റൂമിലേക്ക് വരുന്നു. അത് കണ്ടതും അബിയുടെ നെറ്റിച്ചുളിഞ്ഞു. അവൾ ഒന്ന് മേശപ്പുറത്തിരുന്ന പ്രിയയുടെ ഫോൺ എടുത്ത് ഗൂഢമായി ചിരിച്ചു. പിന്നെ അത് ഒളിപ്പിച്ച് പിടിച്ച് പാത്തും പതുങ്ങിയും പുറത്തേക്ക് പോകുന്നു. അവസാനം ആളൊഴിഞ്ഞ ബി ബ്ലോക്കിലെ സ്റ്റെയറിലിരുന്ന് അവൾ എന്തൊക്കെയോ ഫോണിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ഇട്ട ശേഷം അതും എടുത്ത് പഴയ സ്ഥാനത്ത് കൊണ്ടുവച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ പോകുന്നു. വീഡിയോ തീർന്നതും അവൻ ദേഷ്യത്തോടെ പല്ല് കടിച്ചു. നീലിമ, അപ്പോൾ നീയാണല്ലേ ഇത് ചെയ്തത്? ശരി, കാണിച്ചു തരാം ഞാൻ. നിങ്ങൾ വാ. അവൻ അവരെയും വിളിച്ച് പ്രിൻസിപ്പാളിൻ്റെ മുറിയിലേക്ക് വന്നു. ഗൗരവത്തോടെ മുറിയിലേക്ക് നടന്നു വരുന്ന അബിയെ കണ്ട് ഗോവർദ്ധൻ അമ്പരന്നു. അഭിമന്യു, എന്താ ഈ സമയത്ത് വന്നത്? സോറി സാർ, ഞാനിവിടുത്തെ സ്റ്റുഡൻ്റായ അഭിമന്യു അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ടീച്ചറായ കൃഷ്ണപ്രിയയുടെ ഹസ്ബൻഡായിട്ടാണ്. ഗോവർദ്ധൻ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. ഓക്കെ, ഇരിക്കൂ. താങ്ക് യു സാർ. അവൻ ചെയറിലിരുന്നു. ഞാനിപ്പോൾ വന്നത് ഒരു കംപ്ലൈൻറ്റ് ബോധിപ്പിക്കാനാണ്. അത് കേട്ടതും അയാളുടെ നെറ്റി ചൊളിഞ്ഞു. എന്ത് കംപ്ലൈൻറ്റ്? കഴിഞ്ഞ ദിവസം കോളേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജ് വന്നു. കൃഷ്ണപ്രിയയുടെ ഫോണിൽ നിന്നാണ് അത് വന്നത്. അത് അയച്ചത് പ്രിയയാണെന്നാണ് ഞാനും കരുതിയിരുന്നത്. ബട്ട് ഇന്ന് മനസ്സിലായി, അവൾ അറിയാതെ മറ്റാരോ അവളുടെ ഫോണെടുത്ത് ചെയ്ത പണിയാണിതെന്ന്. അതിനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അതും പറഞ്ഞ് അവൻ ആ വീഡിയോ ഗോവർദ്ധനെ കാണിച്ചു. അത് കണ്ടതും അയാളുടെ മുഖം മാറുന്നത് അഭി കണ്ടു. ഈ കുട്ടിയല്ലേ ആ മെസ്സേജിൽ പറഞ്ഞ നീലിമ? അതെ സാർ. നീലിമയും ഞാനും തമ്മിലുള്ള വിവാഹം മുടക്കിയതിൽ പ്രിയയോട് അവൾക്ക് വൈരാഗ്യമുണ്ട്. അതിൻ്റെ റിവഞ്ച് തീർക്കാനാണ് നീലിമ അങ്ങനെ ചെയ്തത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അഭിമന്യു ഇപ്പോൾ പോയിക്കോളൂ. ശരി സാർ. താങ്ക് യു സാർ. അതും പറഞ്ഞ് അവനെ എഴുന്നേറ്റ് നടന്നു. പുറത്തെത്തിയതും അഭി തിരിഞ്ഞ് 4 പേരെയും നോക്കി. ചെയ്തു തന്ന ഉപകാരത്തിന് ഒത്തിരി നന്ദി. നിങ്ങളെപ്പോലെ നല്ല സുഹൃത്തുക്കളെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അയ്യോ, നന്ദി ഒന്നും പറയണ്ട സാർ. സത്യം തെളിയിക്കാൻ കൂടെ നിന്നു, അത്രമാത്രം. പിന്നെ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അധികം കഷ്ടപ്പെടണ്ട. ഇന്നു മുതൽ നിങ്ങളുടെ സ്പോൺസർ ഞാനാണ്. അത് കേട്ടതും 4 പേരും അന്തം വിട്ട് നിന്നുപോയി. സാർ, അത് അഭി കൈയുയർത്തി തടഞ്ഞു. ചെയ്തു തന്ന ഉപകാരത്തിനുള്ള പ്രതിഫലമൊന്നല്ല. ഒരു സുഹൃത്തെന്ന നിലയിൽ എനിക്ക് ചില കടമകളുണ്ടല്ലോ, അതാണ്. വരട്ടെ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടന്നു. സാർ, അപ്പോൾ ഇനി കോളേജിലേക്കില്ലേ? ആരും അറിഞ്ഞില്ലെന്ന്. ഇപ്പോൾ കുറച്ച് തിരക്കുണ്ട്, അത് കഴിയട്ടെ. പിന്നെ അടുത്ത ആഴ്ച മുതൽ സ്റ്റഡി ലീവ് തുടങ്ങിയല്ലേ. എല്ലാം കഴിഞ്ഞ് ഞാൻ ഉറപ്പായിട്ടും വരും. ശരി സാർ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ല സാർ, അതൊക്കെ വേണ്ട പോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം. പോരെ? ശരി, അപ്പോൾ ബൈ. അതും പറഞ്ഞ് അഭി ചെന്ന് വണ്ടിയിൽ കയറി. അവരോട് യാത്ര പറഞ്ഞ് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോയി. 4 പേരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. ഗോവർദ്ധൻ നീലിമയെ തൻ്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. നീലിമ ഒന്ന് സംശയിച്ചു. എന്തിനായിരിക്കും സാർ വിളിപ്പിച്ചത്? ഏതായാലും ചെന്ന് നോക്കാം. അവൾ പ്രിൻസിപ്പാളിൻ്റെ ഓഫീസിലേക്ക് ചെന്നു. അവൾ അകത്തേക്ക് കയറി. അവിടെ വിജയും മെറീനയും മഹേഷും ഉണ്ടായിരുന്നു. വരണം നീലിമ, തന്നോടൊരു കാര്യം ചോദിക്കാനാണ് വിളിപ്പിച്ചത്, ഗോവർദ്ധൻ പറഞ്ഞു. എന്താ സാർ? അവൾ എളിമയോടെ ചോദിച്ചു. ഇന്നലെ കൃഷ്ണപ്രിയ ഗ്രൂപ്പിലിട്ട കാര്യങ്ങളെല്ലാം താൻ വായിച്ചില്ലേ? അവളൊന്ന് പരിങ്ങി. അതിനെക്കുറിച്ച് തനിക്കെന്താ പറയാനുള്ളത്? അതിൽ പറഞ്ഞതൊക്കെ സത്യമാണ്. ഞാനും അഭിയേട്ടനും തമ്മിലുള്ള വിവാഹം വരെ നിശ്ചയിച്ചതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അവൾ വിഷമത്തോടെ പറഞ്ഞു.
അതിൻ്റെ വൈരാഗ്യത്തിനാണോ ആരും കാണാതെ പ്രിയയുടെ ഫോണെടുത്ത് ആ മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് പ്രിയ കുറ്റക്കാരിയാക്കിയത്? വിജയ് ചോദിച്ചത് കേട്ട് അവൾ ഞെട്ടിപ്പോയി. സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? ഞാനിതിന് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവൾ പരുങ്ങി. നിഷേധിക്കാൻ നോക്കണ്ട നീലിമ, കൃത്യമായ തെളിവുകളോടെ തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. കാണണോ നിനക്ക്? അതും പറഞ്ഞ് ഗോവർദ്ധൻ ഫോണെടുത്ത് ആ വീഡിയോ അവളെ കാണിച്ചു കൊടുത്തു. അവൾ ഞെട്ടിത്തെറിച്ച് നിന്ന് പോയി. ഈ CC ക്യാമറകളൊന്നും ഇവിടെ കാണാൻ വെച്ചതല്ല. തനിക്കെങ്ങനെ ഇത്ര ചീപ്പാവാൻ കഴിഞ്ഞു? വിജയ് പറഞ്ഞു. സാർ, അത് എന്നോട് ക്ഷമിക്കണം. ഒരു അബദ്ധം പറ്റിയത്. പ്രിയോടുള്ള ദേഷ്യത്തിന് അറിയാതെ ചെയ്തു പോയതാണ്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അബദ്ധം പോലും? ഇതുമൂലം എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് നീ കണ്ടതല്ലേ? അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് മാത്രം ഹാരാസ് ചെയ്തു. അതിൻ്റെ പേരിൽ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി കാണില്ലേ? അത് കണ്ടല്ലേ കൃഷ്ണപ്രിയ വീഡിയോ എടുത്തിട്ടത്? പിന്നെ ഇതാ നോക്ക്, പ്രിയ അയച്ച റെസിഗ്നേഷൻ ലെറ്ററാണ്. അവൾ ജോലി രാജിവെച്ചു. മതിയായോ തനിക്ക്? വിജയ് ചോദിച്ചു. നിനക്കൊന്നും ഇതൊന്നും ഒരു വിഷയമായിരിക്കില്ല, പക്ഷെ പ്രിയയെ സംബന്ധിച്ച് അതൊരിക്കലും സഹിക്കാൻ കഴിയുന്നതായിരിക്കില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ആഗ്രഹിച്ച് നേടിയെടുത്ത ജോലി നിന്നെപ്പോലെ ഒരുത്തി കാരണം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാകും അവളുടെ മനസ്സ്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വിജയ് പറഞ്ഞു. തനിക്ക് നാണമില്ലേ മറ്റുള്ളവരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോളേജ് ഗ്രൂപ്പിലിടാൻ? മെറീന ദേഷ്യത്തോട് ചോദിച്ചു. ടീച്ചറെ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് ഒന്നും പറയണ്ട. താൻ ചെയ്തത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റ് താൻ തിരുത്തുകയും വേണം. കോളേജ് സ്റ്റുഡൻസിൻ്റെ മുന്നിൽ വെച്ച് പരസ്യമായി കുറ്റി ഏറ്റു പറഞ്ഞ് പ്രിയയോട് താൻ മാപ്പ് പറയണം. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. സാർ, ഞാൻ ഒന്നും പറയണ്ട. ഇതിന് സമ്മതമല്ലെങ്കിൽ വേണ്ട. ഈ വീഡിയോ ഞാൻ ഗ്രൂപ്പിലിട്ടോളാം. അവരത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളും. സൗകര്യം പോലെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഇട്ടോളും, വിജയ് പറഞ്ഞു. അവൾ ഞെട്ടി. വേണ്ട സാർ, ഞാൻ മാപ്പ് പറഞ്ഞോളാം. അനൗൺസ്മെൻറ്റ് ചെയ്തത് പ്രകാരം എല്ലാ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഓഡിറ്റോറിയത്തിലെത്തി. സ്റ്റേജിലേക്ക് വന്നു നിന്ന് നീലിമ കുറ്റമേറ്റ് പറഞ്ഞ് മാപ്പ് പറഞ്ഞു. അത് കേട്ടതും വിദ്യാർത്ഥികളിൽ പലർക്കും ദേഷ്യം വന്നു. ചിലർ കൂവി വിളിച്ചു. ചിലർ ബോളും കടലാസ് ചുരുട്ടിയതും ഒക്കെ അവളുടെ നേരെ എറിഞ്ഞു. നാണമില്ലേ നിനക്ക്? ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് സങ്കടം പറഞ്ഞു മോങ്ങാൻ. സ്നേഹിച്ച പയ്യൻ വേറെ കിട്ടിയാലേ അവനോട് റിവെഞ്ച് തീർക്കുകയല്ല വേണ്ടത്. അവനേക്കാൾ നല്ലൊരു പയ്യനെ കണ്ടെത്തി കെട്ടണം. അല്ലാതെ അവൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത്, വിദ്യാർത്ഥികൾ ദേഷ്യത്തോട് പറഞ്ഞു. അധ്യാപകർ ആരും കുറച്ച് സമയം പ്രതികരിച്ചില്ല. നീലിമ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടി. ക്ലാസ് റൂമിലെത്തിയതും ബാഗും എടുത്ത് അവൾ പുറത്തേക്ക് നടന്നു. വിദ്യാർത്ഥികൾ അവളെ ചീത്ത പറഞ്ഞു. അവളൊന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. ഒരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. ഓട്ടോ വന്ന് മുറ്റത്ത് നിൽക്കുന്ന ശബ്ദം കേട്ട് ഗോമതി വരാന്തയിലേക്ക് വന്നു. ചാർജ് കൊടുത്ത് ഓട്ടോ പറഞ്ഞു വിട്ട് പ്രിയ തിരിഞ്ഞു നോക്കി. തന്നെ ദേഷ്യത്തോടെ നോക്കുന്ന അമ്മായിയെ കണ്ട് അവളൊന്ന് പകച്ചു. എന്താ അമ്മായി എന്നെ ഇങ്ങനെ നോക്കുന്നത്? നീ ഇതെന്ത് പണിയാണ് കാണിച്ചത്? പനി മാറിയെന്ന് വെച്ച് ആരോടും പറയാതെ കാലത്ത് തന്നെ ഇറങ്ങിപ്പോവുകയാണോ? അത് അമ്മായി, കുറച്ച് നേർച്ചകളുണ്ടായിരുന്നു. പറഞ്ഞിട്ട് പോയാൽ ഫലം കിട്ടില്ല, അതാ പറയാതെ പോയത്. നീ വാ. ഇരുവരും അകത്തേക്ക് വന്നു. സോഫയിലിരുന്നു. നീ ഭക്ഷണം കഴിച്ചോ? ഞാൻ എടുത്തു വെക്കട്ടെ? വേണ്ടമ്മായി, ഞാൻ വരുന്ന വഴിക്ക് കഴിച്ചു. അപ്പോൾ യമുന അവിടേക്ക് വന്നു. ആഹാ, എത്തി നമ്മുടെ കഥാനായിക. കാലത്ത് തന്നെ പറയാതെ എവിടേക്ക് പോയതാ? ഞാൻ അമ്പലത്തിൽ പോയതാ ആൻറ്റി. ഓ ആണോ? ഞാൻ കരുതി നാട് വിട്ടു പോയതാണെന്ന്. അത് കേട്ടത് പ്രിയയുടെ നെറ്റിച്ചൊളിച്ചു. ഇവളെന്തിനാ നാട് വിട്ടു പോകുന്നത്? എന്തിനാന്നൊക്കെ പറയാം, അതിനു മുമ്പ് ചിലരൊക്കെ വന്നോട്ടെ, യമുന പറഞ്ഞു. രണ്ടാളും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി. പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. ആ, ദേ വന്നല്ലോ, ചെന്ന് തുറന്ന് നോക്ക്, യമുന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗോമതി സംശയത്തോടെ ചെന്ന് കതക് തുറന്നു. പുറത്ത് വാസന്തിയെയും രവിയെയും രാഗിണിയെയും കണ്ട് ഗോമതി അമ്പരന്നു. അല്ല, ഇത്
ഇതാരൊക്കെ വന്നിരിക്കുന്നത്? എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് വന്നത്? ഗോമതി സന്തോഷത്തോട് ചോദിച്ചു. അവർ ഞാൻ വിളിച്ചിട്ട് വന്നതായിരുത്തി, യമുന പറഞ്ഞു. ഗോമതി മനസ്സിലാവാതെ അവളെ നോക്കി. നീ വിളിച്ചിട്ടോ? എന്തിന്? അതൊക്കെ ഉണ്ട്, വഴിയെ പറയാം. നിങ്ങളേതായാലും വന്ന കാലത്തിൽ കഥ കയറിയിരിക്കി, യമുന പറഞ്ഞു. അകത്തേക്ക് വാ, ഗോമതി പറഞ്ഞു. എല്ലാവരും അകത്തേക്ക് വന്ന് ഇരുന്നു. ഈ സമയം ഗിരിയും ഹരിയും താഴേക്ക് വന്നു. അവരെ കണ്ടതും രണ്ടാളും അമ്പായിരുന്നു. അല്ല, ഇതാരൊക്കെയാ? എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് ഹരി ചോദിച്ചു. കാലത്ത് യമുന വിളിച്ചിട്ട് ഉടനെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുറപ്പെട്ടു. എല്ലാവരും യമുനയെ നോക്കി. നീ എന്തിനാ ഇവരോട് വരാൻ പറഞ്ഞത്? ഗിരി ചോദിച്ചു. പറയാൻ ഗിരിയേട്ടാ, എല്ലാവരും വരട്ടെ. അല്ല, അഭി എവിടെ? അവൻ ഓഫീസിൽ പോയിരിക്കുക. ഓ, സാരമില്ല, ഇക്കാര്യത്തിന് അവൻ വരണമെന്നില്ല, യമുന പറഞ്ഞു. നീ വളച്ച് കിട്ടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ, ഗിരി പറഞ്ഞു. പറയാം, അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം. അതും പറഞ്ഞ് യമുന TV ഓൺ ചെയ്തു. ഫോൺ TV-യുമായി കണക്ട് ചെയ്തു. TV-യിൽ പ്രിയ നേരത്തെ ഇട്ട വീഡിയോ തെളിഞ്ഞു. അവളൊന്ന് ഞെട്ടി. അതിലവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മറ്റുള്ളവരും ഞെട്ടി. ഇത് ഇന്ന് ഇവരുടെ കോളേജ് ഗ്രൂപ്പിലിട്ട വീഡിയോ ആണ്. ഇവളീ സത്യങ്ങൾ തുറന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്നലെ അഭിയും ഇവളും തമ്മിൽ ഒരു വഴക്കുണ്ടായി. അഭി ഇവളുടെ ഭർത്താവാണെന്നുള്ള കാര്യം ഇവൾ കോളേജിൽ പറഞ്ഞിരുന്നില്ല. ഭർത്താവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഭർത്താവ് കൊടിയനാണ്, സംശയ രോഗിയാണ്, തന്നെ എന്ന് ഉപദ്രവിക്കും, അതുകൊണ്ട് അയാളുമായിട്ട് വേർപിരിഞ്ഞ് താമസിക്കുകയാണ് എന്ന് മാത്രമല്ല അവൻ ആണത്തും ഇല്ലാത്തവനാണെന്ന് കൂടി പറഞ്ഞു ഇവള്. അത് കേട്ടതും ഞെട്ടിലൂടെ എല്ലാവരും അവളെ നോക്കി. പ്രിയ എല്ലാം കേട്ട് മുഖം കുനിച്ച് നിന്ന്. അതൊക്കെ അറിഞ്ഞപ്പോൾ കൂടി ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇവളോട് സിമ്പതി. അവനെ ഡിവോഴ്സ് ചെയ്ത് തന്നെ കിട്ടാമോ എന്ന് അയാൾ ചോദിച്ചു. അയാൾ ഇവളെ കയറി പിടിച്ചപ്പോൾ തടയാൻ ചെന്ന അബിയെ കുറ്റക്കാരനാക്കി. അയാൾ അവളെ ഒന്നും ചെയ്തില്ലെന്നും അബി കള്ളം പറഞ്ഞതാണെന്നും ഇവൾ പ്രിൻസിപ്പലിനോട് പറഞ്ഞു. അതിൻ്റെ പേരിൽ അബി ഇവളുമായിട്ട് വഴക്കുണ്ടാക്കി. അബി തൻ്റെ ഭർത്താവാണെന്ന കാര്യം എല്ലാവരെയും അറിയിച്ചോളാമെന്ന് ഇവൾ പറഞ്ഞ് കോളേജ് ഗ്രൂപ്പിൽ കല്യാണ ഫോട്ടോ അടക്കം ഒരു മെസ്സേജ് ഇട്ടു. കാണുന്നോ നിങ്ങൾക്കത്? അതും പറഞ്ഞ് യമുന ആ കുറിപ്പ് വായിച്ചു. എല്ലാവരും പ്രിയയെ രോഷത്തോടെ നോക്കി. ഇതിൻ്റെ പേരിൽ ആ പാവം അബി എന്തൊക്കെ അപമാനമാണ് വാങ്ങിയതെന്ന് അറിയണം നിങ്ങൾക്ക്? അതും പറഞ്ഞ് യമുന മറ്റൊരു വീഡിയോ പ്ലേ ചെയ്തു. അബിയെ ചെരുപ്പുമാല അണിയിക്കുന്നതും മുട്ടിയെറിഞ്ഞോടിക്കുന്നതും നീലിമ ഷൂട്ട് ചെയ്ത് യമുനയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു. എല്ലാം കണ്ട് എല്ലാവരും കരഞ്ഞു. വാസൻ്റെ മക്കളെ തുറച്ചു നോക്കി. അയ്യോ, ഇങ്ങനെയൊക്കെ ഉണ്ടായോ എൻ്റെ മോൻ? ഗോമതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കണ്ടില്ലേ, കഷ്ടപ്പെട്ട് അവൻ ഉണ്ടാക്കിയെടുത്ത സൽപ്പേര് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയില്ലേ ഇവള്? കള്ളം പറഞ്ഞ് അബിയെ സ്വന്തമാക്കിയിട്ട് എന്ത് നേടി ഇവള്? ഇന്ന് വരെ അവൻ്റെ ഭാര്യയാകാൻ കഴിഞ്ഞു അവൾക്ക്? ഇല്ല, കാരണം അവൻ്റെ മനസ്സിൽ നീലിമയാണ്. അവളെ മാത്രമേ അവൻ സ്നേഹിച്ചിട്ടുള്ളൂ. അവരുടെ ജീവിതം തകർത്ത് ഇവിടെ സുഖിച്ച് പകരണമെന്ന് കരുതി ഇവള്. പക്ഷെ നടക്കില്ല. ഇവളുടെ പൊയ്മുഖം എല്ലാവർക്കും മുന്നേ തുറന്നു കാട്ടാൻ ദൈവം തന്ന അവസരമാണിത്. ഇനി എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കും, യമുന പറഞ്ഞു. വാസന്തി മകളുടെ മുന്നിൽ വന്നു. കോപത്തോടെ അവളെ നോക്കി കൈവീശി ആഞ്ഞു കൊടുത്തു അവളുടെ കവിളിലരണം. എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിന്ന് പോയി. എടി, എന്നാലും ഇങ്ങനെ ഒരു ചതി നീ ചെയ്തല്ലോടി, എങ്ങനെ തോന്നിയിടി നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? അതും പറഞ്ഞ് വാസന്തി അവളുടെ കവിളിൽ മാറി മാറി അടിച്ച്. ഗോമതിയും രവിയും ഓടി വന്ന് വാസന്തിയെ പിടിച്ചു. വേണ്ട എടുത്തി, മതി. രവിയും രാഗിണിയും വാസന്തിയെ പിടിച്ചു. ഗോമതി പ്രിയയെ ചേർത്ത് പിടിച്ചു. അവൾ പൊട്ടിക്കരഞ്ഞു. സത്യം അറിയാതെ മനുക്കുട്ടിനെ ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ. അവന് വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന കാര്യം നിനക്കറിയാറില്ല. അവൻ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്ന കാര്യം നിനക്കറിയില്ലേ? എന്നിട്ടും എന്തിനാടി അവൻ്റെ ജീവിതം കൂടി നീ നശിപ്പിച്ചത്? ഇനി ഒരു നിമിഷം നീ ഇവിടെ നിൽക്കരുത്, വാടി. അതും പറഞ്ഞ് വാസന്തി പ്രിയയുടെ കയ്യിൽ പിടിച്ചു. അവൾ ഞെട്ടി. മിണ്ടരുത്, നീ തെറ്റ് ചെയ്തത് നീയാ. തെറ്റ് ചെയ്തത് ഇവളാ. ഞാൻ ഇവളുടെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ ചെയ്ത തെറ്റ് തിരുത്തിക്കേണ്ടത് എൻ്റെ കടമയാണ്. അവരുടെ ജീവിതത്തിൽ ഒരു കരിനിഴലായി ഇവളിനി വരില്ല, പാടി. അതും പറഞ്ഞ് വാസന്തി നടക്കാനൊരുങ്ങിയത് ഗോമതി തടഞ്ഞു. എടുത്ത്, വേണ്ട, അഭികൂടി വന്നിട്ട് വേണ്ട.
അപ്പോൾ ഇനി ഇവളെ കാണണ്ട. ഇനി ഇവളുടെ നിഴൽ പോലും അവൻ്റെ മേലെ വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഇതെൻ്റെ തീരുമാനം. ഇനി ഇതിൽ മാത്രമില്ല. അതും പറഞ്ഞ് വാസന്തി അവളുമായി പുറത്തേക്ക് നടന്നു. എല്ലാവരെയും ഒന്ന് നോക്കി വിഷമത്തോടെ രവിയും രാഗിനിയും പുറകെ ചെന്നു. ഗോമതിയും നിമ്മിയും കരഞ്ഞു. പ്രിയയെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയ ശേഷം എല്ലാവരും വണ്ടിയിൽ കയറി. അത് ഗേറ്റ് കടന്ന് പോകുന്നത് നോക്കി ഗോമതി കരഞ്ഞുകൊണ്ട് വരാതയിൽ നിന്നു. പിന്നെ കണ്ണുകൾ തുടച്ച് അകത്തേക്ക് നടന്നു. അവരുടെ വണ്ടി ഗേറ്റ് കടന്നു പോയതും അബിയുടെ വണ്ടി ഗേറ്റ് കടന്ന് അകത്തേക്ക് വന്നു. പോർച്ചിൽ വണ്ടി നിർത്തി അവൻ സന്തോഷത്തോടെ ഇറങ്ങി അകത്തേക്ക് വന്നു. ഹാൾമുറിയിൽ എല്ലാവരും ഓരോ മൂലയിലായി മുഖം കുനിച്ചിരിക്കുന്നത് കണ്ട് അവൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. എന്തുപറ്റി എല്ലാവരും ഇങ്ങനെ മൂടോട്ടായിരിക്കുന്നത്? ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ യമുന കരഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് വന്നു. എന്നാലും മോനെ, എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ. അവരെല്ലാം കൂടി നിന്നെ ഒരുപാട് അപമാനിച്ചല്ലേ? അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ ചങ്കാടാ തകർന്നത്. യമുന കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവനൊന്ന് ഞെട്ടി. കോളേജിൽ നടന്ന കാര്യങ്ങളെല്ലാം ഇവരറിഞ്ഞോ? പ്രിയ ഇവരോട് എല്ലാം പറഞ്ഞോ? എന്നിട്ട് അവളെവിടെ? ഇവർ കാണുന്നില്ലല്ലോ. ചിലപ്പോൾ മുറിയിലുണ്ടാകും. അവൻ ആലോചിച്ചു. പിന്നെ വേഗം മുറിയിലേക്ക് ചെന്നു. വാതിൽ തുറന്ന് അകത്ത് കയറി അവൻ മുറിയാക്കി നോക്കി. അവൾ അവിടെയെങ്ങും കണ്ടില്ല. ഇവളെവിടെ പോയി? ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. അവൻ സംശയത്തോടെ താഴേക്ക് ഇറങ്ങി ചെന്നു. അമ്മേ, പ്രിയ എവിടെ? അവൻ ചോദിച്ചു. ഗോമതി ഒന്നും മിണ്ടാതെ മുഖം കുനിച്ചിരുന്ന് കരഞ്ഞു. അതുകൊണ്ട് അവനെ എന്തോ പന്തികേട് തോന്നി. എന്തിനാ അമ്മ കരയുന്നേ? എന്താ പ്രശ്നം? പ്രിയ എവിടെ? അവൻ ചോദിച്ചു. പ്രിയ, നീ എന്തിനാ അബി ഇനിയും ആ നശിച്ചവളെക്കുറിച്ച് അന്വേഷിക്കുന്നത്? അവളെ കാരണം അനുഭവിച്ചതൊന്നും പോലെ നിനക്ക്? എന്തൊക്കെയാണ് അവൾ ചെയ്തത്? ഓർക്കുമ്പോൾ തന്നെ അവൾ വെട്ടി അരിയാനാണ് തോന്നുന്നത്. അതൊക്കെ കേട്ട് അബി ദേഷ്യം കടിച്ചമർത്തി. അവൾ എവിടെയെന്നാണ് ഞാൻ ചോദിച്ചത്. നീ അവളെ അന്വേഷിക്കണ്ട, അവൾ പോയി. അവൻ ഞെട്ടി. പോവാനോ? എങ്ങോട്ട്? നാട്ടിലേക്ക്, അല്ലാതെ എങ്ങോട്ട്? നീ ഇനി അവളെക്കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട അബി. നിൻ്റെ ജീവിതം നശിപ്പിച്ചവൾ അവൾ. അതുകൊണ്ട് അവളെ അവളുടെ പാട്ടിന് വിട്ടിക്കുന്നേ. അത് പറഞ്ഞ് യമുന നടന്നു. ഗോമതി കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് നടന്നു. നിമ്മിയും വിഷമത്തോടെ മുറിയിലേക്ക് നടന്നു. ഒന്നും മനസ്സിലാക്കാതെ അബി അവിടെ തന്നെ നിന്നു. പ്രിയ എപ്പോഴാണ് നാട്ടിലേക്ക് പോയത്? അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് നാട്ടിലേക്കാണ് അവൾ പോയത്. എന്താ ഇവിടെ നടന്നത്? അറിയണം അത്. അവൻ മനസ്സിലുറപ്പിച്ചു. പിന്നെ മുകളിലേക്ക് നടന്നു. നിമ്മിയുടെ മുറിയുടെ വാതിൽക്കൽ എത്തിയതും അവൻ നിന്നു. നിമ്മി, കഥ തുറക്ക്. അവൻ കുറച്ച് സമയത്തിന് ശേഷം നിമ്മി വാതിൽ തുറന്നു. അവനെ കണ്ടതും അവൾ കണ്ണുകൾ തുടച്ചു. അവൻ അകത്തേക്ക് കയറി. ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ എന്താ ഉണ്ടായത്? പ്രിയ എപ്പോഴാണ് നാട്ടിലേക്ക് പോയത്? അവൻ ചോദിച്ചു. ഏട്ടൻ വരുന്നതിന് കുറച്ച് മുമ്പ് അമ്മായി ചെറിയച്ഛനും ചെറിയമ്മയും വന്നിരുന്നു നാട്ടിൽ നിന്ന്. അത് കേട്ടതും അവൻ അമ്പായിരുന്നു. എന്നിട്ട് അവരെവിടെ? പ്രിയ ചേച്ചിയും കൊണ്ട് അപ്പം തന്നെ പോയി. എന്തിന്? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. അത് യമുനാൻ്റിയ അവരിങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. എല്ലാവരെയും നിർത്തി ആൻറ്റി ടി വിയിൽ ഒരു വീഡിയോ കാണിച്ചു. അവൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം കേട്ട് അവൻ തരിച്ചു നിന്ന് പോയി. അമ്മായിക്കെല്ലാം കേട്ട് ഒരുപാട് ദേഷ്യം വന്നു. ചേച്ചിയെ ഒരുപാട് തല്ലി പിടിച്ചു വലിച്ച കാറിൽ കയറി കൊണ്ടുപോയത്. ഇനി ഏട്ടൻ്റെ ജീവിതത്തിൽ ഒരു ശല്യമായി ചേച്ചി ഒരിക്കലും വരില്ലെന്നും അമ്മായി പറഞ്ഞു. എല്ലാം കേട്ട് അവനാകെ രോഷം പൂണ്ടു. ദേഷ്യത്തോടെ അവൻ പുറത്തേക്ക് നടന്നു. തുടരും.